നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് അപ്പസ്തോലൻ കൊറിന്ത്യൻസിന് എഴുതിയ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി തന്നെ സുവിശേഷത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരെയും സംബോധന ചെയ്ത് വിളിച്ചിരിക്കുന്നത് സഹോദരന്മാരെ എന്നുള്ളതാണ്. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ് സുവിശേഷിച്ച ആ സുവിശേഷം അത് നമുക്ക് ലഭിച്ചതാണ്. അങ്ങനെ ലഭിച്ചതായ സുവിശേഷത്തിൽ നമ്മൾ നിൽക്കുന്നു, അത് നമ്മൾ വിശ്വസിച്ചു. അത് വെറുതെ ലഭിച്ചതല്ല, വൃഥാവല്ല. അപ്പോൾ ഈ സുവിശേഷം ഇത് രക്ഷയുടെ സുവിശേഷമാണ് എന്നിവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ സുവിശേഷത്തിലെ പരമപ്രധാനമായ ഒരു സത്യമാണ്, യേശുക്രിസ്തു വെറുതെ മരിക്കുകയായിരുന്നില്ല. തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം, ഇവിടെ ഏറ്റവും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് ഇതെല്ലാം സംഭവിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. യേശു കർത്താവ് ജനിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം ചരിത്ര രേഖകളിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് പേരിടണം എന്ന് കൽപ്പിച്ചു. വ്യക്തമായി പറയുകയാണെങ്കിൽ യേശു നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിൽ, നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നു എന്ന് നമുക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിന് ശിഷ്യന്മാരായി തീരുകയുള്ളൂ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനി പറയുന്ന കാര്യം, അത് വിശ്വാസ സമൂഹത്തിന് അത് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അപ്പൊ യേശു മരിച്ചിട്ടില്ല, യേശുവിനെ ക്രൂശിൽ തറച്ചിട്ടില്ല, യേശുവിനെ ദൈവം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന പഠിപ്പിക്കൽ ഈ ഭൂമിയിലുണ്ട്. പല സമൂഹങ്ങളുടെ ഇടയ്ക്കുള്ള പല തെറ്റായ ദുരുപദേശങ്ങളുണ്ട്. അപ്പോൾ അത് അന്ന് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ കാലഘട്ടം മുതൽ ഇന്നുവരെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തെ തടയുന്ന, അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പഠിപ്പിക്കാനാണ് ലോകത്തിലെ പല തത്വജ്ഞാനികളും അല്ലെങ്കിൽ ചില കള്ളപ്രവാചകന്മാർ അങ്ങനെയുള്ളവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അവരുടേതായ ഈ ആശയം പ്രചരിപ്പിക്കുന്നതിൽ അവർ ഒത്തിരി മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ തെളിയിക്കുകയാണ്. അങ്ങനെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കേഫാവ് അത് പത്രോസാണ്, പത്രോസിനും പിന്നെ 12 പ്രത്യക്ഷനായി.
എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500 സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പോൾ ഒരാൾക്ക് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പറയാം അത് അയാൾക്ക് അങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ടായതാണ്, ഒരു മിഥ്യാബോധം ഉണ്ടായതാണ് എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ 500 പേർക്ക് ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് അവിടെ വളരെ സത്യമായ കാര്യമാണ്. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഈ പറയുന്ന സമയമല്ല. അതായത് അപ്പസ്വലനായ പൗലോസ് ഈ ലേഖനം കൊറിന്ത്യർക്ക് എഴുതുന്ന ആ കാലഘട്ടത്തെയാണ്, ആ സമയം വരെ എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയ ശിഷ്യന്മാരായ യാക്കോബും പിന്നെ അങ്ങനെ പല ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. എന്തുകൊണ്ടാണ് തന്നെ വിശേഷിപ്പിക്കുന്ന അകാല പ്രജ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥമാക്കുന്നത് മറ്റുള്ള ശിഷ്യന്മാരെ പോലെ പൗലോസ് ആദ്യമേ തന്നെ യേശുവിന്റെ ശിഷ്യനായി തീർന്നിരുന്നില്ല. പിന്നീട് തനിക്ക് ദൈവവിളി ലഭിച്ച ആ കാലഘട്ടം മുതലാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടാണ് അകാല പ്രജ എന്നുള്ള ഒരു പ്രയോഗം നാം ഇവിടെ കാണുന്നത്. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുവാണെങ്കിൽ നമുക്ക് ലഭിച്ച ബൈബിൾ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പണ്ഡിതനായിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴയ നിയമ ഗ്രന്ഥങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ള, അറിവുള്ള, അതുപോലെ തന്നെ യേശുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹിച്ചു എന്ന തിരുവെഴുത്തുകളിൻ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് അപ്പസ്തോലനായ പൗലോസാണ്. അപ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ അപ്പസ്തോലന്മാരിൽ ഒന്നാമനാണ്. എന്നാൽ ഇവിടെ പറയുകയാണ് അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനായ. ഇതേ പ്രയോഗം നമ്മൾ വീണ്ടും കാണുന്നുണ്ടോ? വിശുദ്ധന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവനല്ലോ. അപ്പോൾ തന്നെക്കുറിച്ച് പറയുമ്പോൾ താൻ ഒട്ടും വലിപ്പം ഭാവിച്ച് പറയുന്നില്ല. അപ്പൊ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ, അത് നമുക്കറിയാം, അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം, എങ്ങനെയാണ് ദൈവസഭയെ ഉപദ്രവിച്ചത് എന്നും. അപ്പസ്തോലൻ എന്ന പേരിന് ഞാൻ അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ് അപ്പസ്തോലൻ എന്ന പേരിന്റെ അർത്ഥം. അപ്പൊ അയക്കപ്പെട്ടവൻ, അപ്പസ്തോലൻ എന്ന പേരിന് പോലും യോഗ്യനല്ല എന്ന് പറയുകയാണ്. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെയും കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പോസ്തലനായ പൗലോസ് പറയുകയുണ്ടായി, ഞാൻ എല്ലാവരിലും ചെറിയവനാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ആ ചെറിയവനായ ഞാൻ ഇവരെല്ലാവരേക്കാൾ, അതായത് മറ്റ് അപ്പസ്തോലന്മാരെക്കാൾ അല്ലെങ്കിൽ മറ്റ് ക്രിസ്തു ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എങ്കിലും എന്നിലുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചത്. അവരെല്ലാവരെയും കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പോൾ സ്വയം പ്രശംസയല്ല നാം ഇവിടെ കാണുന്നത്. അദ്ദേഹം തൻ്റെ സ്വയത്തിൽ ഒട്ടും പ്രശംസിക്കാതെ ദൈവകൃപയിൽ പ്രശംസിക്കുന്നത് ക്രിസ്തുയേശുവിൽ മാത്രമാണ്. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം ഞങ്ങൾ വിശ്വസിച്ച് മിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പൊ ഇത് സദൂക്യരുടെ ഉപദേശമാണ്. സദൂക്യർക്കാണ് ഈ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കല്. അപ്പോൾ ഈ കൊരിന്ത്യ സഭയിലും ചില ഉപദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഇവിടെ
ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സുവിശേഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മൾ പ്രസംഗിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പസ്തോലൻ അന്ന് പ്രസംഗിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. മരിച്ചവർ ഉയർക്കുന്നില്ല എന്നു വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. അപ്പസ്തോലൻ പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കള്ളസാക്ഷികളാണ്. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ സകല മനുഷ്യരും അവരുടെ പാപത്തിൽ തന്നെ ഇരിക്കുന്നു, പാപത്തിൽ പ്രാർത്ഥിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു, നരകത്തിലേക്ക് പോകുന്നു. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? നമുക്ക് പാപമോചനം പ്രാപിച്ചിരിക്കുന്നു, നമുക്ക് വിശുദ്ധ ജീവിതം സാധ്യമായിരിക്കുന്നു, നമ്മൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോ അനിന്ദ്യരും പരദേശികളുമല്ല, നമ്മളിപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെ നമുക്ക് ഈ ക്രിസ്തുവിന്റെ ആ പുനരുദ്ധാനത്തിൽ അത് വലിയ രക്ഷ നമുക്ക് കൈവന്നിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ പരിണിതഫലമായിട്ടാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചവരും മരിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അനേകരും അങ്ങനെയാണ്. ഈ ലോകത്തിലാണ്, അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷത്തിലാണ് അനേകരും വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. അവർക്ക് ഈ ലോകത്തെക്കുറിച്ചാണ്, ഈ ലോകത്തിൽ വലിയവനാകുക, ഈ ലോകത്തിൽ സമ്പാദിക്കുക. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വലിയ ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരവും ഇവിടെ പറയുന്നുണ്ട്. അരിഷ്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ കാലത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തില് ഒരു കുറ്റവാളിയെ, കുറ്റം ചെയ്ത മനുഷ്യനെ ഒരു മൃതശരീരത്തോട് അവനെ കൂട്ടിക്കെട്ടും. അങ്ങനെ അഴുകിയ ഈ ശരീരത്തോട് അവനും ഒരു അരിഷ്ട മനുഷ്യനായി മാറുകയാണ്. അങ്ങനെ അവനും നരകിച്ച് മരിക്കുകയാണ്. അപ്പോൾ ഈ അരിഷ്ട മനുഷ്യനെ അഴിച്ചുവിടാൻ ആരുമില്ല. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ കാര്യം? ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. പിന്നെ പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയാനുള്ള കാരണം തുടർന്ന് പറയുമ്പോൾ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തത്. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അത് ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം അത് പ്രവൃത്തിയുടെ ഒരു പ്രമാണമായിരുന്നെങ്കിൽ ഇത് ആത്മാവിന്റെയും ജീവന്റെയും പ്രമാണമാകുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പുതുജീവൻ പ്രാപിക്കുന്ന ജീവന്റെ പ്രമാണമാണ്. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇരുപത് മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ
എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ആദിമ മനുഷ്യനായ ആദാം. അപ്പൊ ആദമും ഹവ്വയും ഏദൻ പർദീസയിൽ വളരെ സുരഭില സുന്ദരമായ ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. ദൈവം അവരെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലാണ്. ദൈവം അവരെ തേജസ്, ബഹുമാനവും ഒക്കെ അണിയിച്ചിരുന്നു. പാപം ചെയ്തപ്പോൾ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആത്മീയ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ആത്മാവ് മരിച്ചു. അവരുടെ ശരീരം ജീവിക്കുന്നുണ്ട്. അങ്ങനെ ആദമിൽ എല്ലാവരും മരിക്കുകയാണ്. എല്ലാവരും പാപത്തിൽ മരിക്കുകയാണ്. എല്ലാവരും പാപത്തിൽ മരിച്ച് പിശാചിന്റെ അടിമകളായി തീരുകയാണ്. ആദമിൽ ഇത് സംഭവിക്കുന്നു. ആദമിൽ എല്ലാവരും മരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലോ, രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുകയാണ്. ഓരോരുത്തരും അതിന്റെ ക്രമമുണ്ട്. താന്റെ നിരയിൽ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അപ്പോൾ ഒരു അവസാനമുണ്ട്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും, അന്ന് അവൻ എന്ന് പറയുന്നത് ഇവിടെ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എല്ലാ അധികാരത്തിനും ആ ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായി ദൈവത്തെ ഏൽപ്പിക്കും. അപ്പോൾ യേശുക്രിസ്തു രാജാതി രാജാവായി ഈ ഭൂമിയെ വാഴും. അത് പ്രവചനമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ അക്ഷരീകമായി രാജാവായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി ഈ ഭൂമിയെ വാഴും. അങ്ങനെ വാഴുന്ന ആ കാലഘട്ടത്തെയാണ് സഹസ്രാബ്ദ യുഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ യേശു കർത്താവ് 1000 ആണ്ട് ഈ ഭൂമിയെ വാണതിനു ശേഷം താൻ രാജ്യം പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ ചിന്തിക്കാം, അതായത് ബൈബിൾ എന്നുള്ളത് ബേസിക് ഇൻഫോർമേഷൻ ബിഫോർ ലീവിങ് ദി എർത്ത് എന്നുള്ളതാണ്. അതായത് ഈ ഭൂമി വിടുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ഉപദേശങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം. അങ്ങനെ ഈ വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം ചിന്തിക്കുമ്പോൾ 10 യുഗങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഈ യുഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തുകൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ചിലരത് 7 യുഗങ്ങളായി പഠിപ്പിക്കാറുണ്ട്, ചിലർ 10-ലധികം യുഗങ്ങളുള്ളതായിട്ട് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അത് ബൈബിൾ അനുസരിച്ചുള്ള പഠിപ്പിക്കലാണെങ്കിൽ അത് ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 10 യുഗങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ യുഗമാണ് അനാദി നിത്യത. അനാദി നിത്യതയിൽ ദൈവമുണ്ടായി. അപ്പൊ ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം മിസ്റ്റീരിയസ് ആർ ദ വേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വഴികൾ നിഗൂഢത ഉള്ളതാണ്. അങ്ങനെ ആദിയിൽ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം, അതാണ് ബൈബിളിലെ ദൈവം. ഏകദൈവമാണ്, 3 ദൈവങ്ങളില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം. അങ്ങനെ ദൈവമുണ്ടായ അനാദി നിത്യത, അത് ഒന്നാമത്തെ യുഗമാണ്. രണ്ടാമത്തെ യുഗം ദൂതന്മാരുടെ യുഗമാണ്. ഇത് ദൈവദൂതന്മാരുടെ യുഗമാണ്. അപ്പൊ ദൈവദൂതന്മാരുടെ യുഗം എന്ന് പറയുമ്പോൾ ദൈവം ആദിയിൽ പല ഗണത്തിൽപ്പെട്ട ദൂതന്മാരെ സൃഷ്ടിച്ചു. ഗബ്രിയേൽ ദൈവത്തിന്റെ സന്ദേശവാഹകനാണ്. ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ഒരു ദൂതൻ മാത്രമല്ല, ഗബ്രിയേലിന്റെ ഗണത്തിൽപ്പെട്ട അനേക ദൂതന്മാരുണ്ട്. മിഖായേൽ ദൈവത്തിന്റെ സർവ സൈന്യാധിപനാണ്. മിഖായേലിനോടുകൂടെ ഒരു സൈന്യമുണ്ട്. കെരൂബുകൾ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കെരൂബുകൾ, അതുപോലെ സറാഫുകൾ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന സറാഫുകൾ. അപ്പോൾ അങ്ങനെ കൃപയിൽ നിൽക്കുന്ന ദൂതന്മാരുണ്ട്. എന്നാൽ പാപം ചെയ്ത് കൃപയിൽ നിന്ന് വീണുപോയ ചില ലൂസിഫറെ പോലെയുള്ള ദൂതന്മാർ, അവർ പിന്നീട് അവരുടെ തേജസ് നഷ്ടപ്പെട്ട് അവർ പിശാചുക്കളായി, ഭൂതങ്ങളായൊക്കെ മാറിയതായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഇന്നും ദൈവദൂതന്മാർ
അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സൈന്യമായി തുടരുന്ന അനേക ദൂതന്മാർ, എന്നാൽ വീണുപോയ ദൂതന്മാരാണ് അന്ധകാരത്തിന്റെ ശക്തികളായി മാറിയത് എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമത്തെ യുഗമാണ് നിഷ്പാപയുഗം. നിഷ്പാപയുഗം. ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് അവർ ഏദൻ പർദീസയിൽ പാപം ചെയ്യാതെ എത്ര കാലം അവര് അവിടെ ഉണ്ടായിരുന്നു, അത്രയും ആ കാലയളവിനെയാണ് നിഷ്പാപയുഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത യുഗമാണ്, നാലാമത്തെ യുഗമാണ് മനസാക്ഷി യുഗം. മനസാക്ഷി യുഗത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്ത് അവരെ പർദീസയിൽ നിന്ന് പുറത്താക്കി. ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യർക്ക് എഴുതപ്പെട്ടതായ കൽപ്പനകൾ ഒന്നും കൊടുക്കുന്നതായി നാം കാണുന്നില്ല. അവരുടെ മനസാക്ഷിയിൽ നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക. അങ്ങനെ മനസാക്ഷി കാലഘട്ടത്തിൽ അബ്രഹാമിനെ പോലെയും ഇസഹാക്കിനെ പോലെയും യാക്കോബിനെ പോലെയും അനേക വിശുദ്ധന്മാരെ നാം കാണുകയാണ്. അഞ്ചാമത്തെ യുഗമാണ് ന്യായപ്രമാണ യുഗം. ഈ ന്യായപ്രമാണ യുഗത്തിൽ ദൈവം മോശയെ വിളിച്ചു. അങ്ങനെ ഹോറബ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ കേന്ദ്രബിന്ദു 10 കൽപ്പനകളാണ്. ഈ 10 കൽപ്പനകളെ പഠിപ്പിക്കുവാനായിട്ട് മോശ തന്റെ ചെറുപുസ്തകത്തിൽ വീണ്ടും അനേക കൽപ്പനകൾ എഴുതി. അങ്ങനെ 613 വരുന്ന ന്യായപ്രമാണ കൽപ്പനകൾ ആ പഴയ നിയമ ഇസ്രായേലിൽ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ന്യായപ്രമാണ യുഗം അങ്ങനെ കടന്നു പോകുമ്പോൾ ആറാമത്തെ യുഗമായിട്ട് വരുന്നത് സങ്കലന യുഗമാണ്. സങ്കലന യുഗം അത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടവും, അതായത് ന്യായപ്രമാണവും മോശയുടെ ന്യായപ്രമാണവും യേശുക്രിസ്തുവിന്റെ സ്നേഹപ്രമാണവും കൂടെ മിക്സ് ചെയ്തു വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് അതിനെ സങ്കലന യുഗം എന്ന് വിളിക്കുന്നത്. ഈ സങ്കലന യുഗത്തിൽ വിശ്വാസികൾ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണം. യേശുവിൽ വിശ്വസിച്ചാൽ മതി അവർക്ക്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ന്യായപ്രമാണം അനുസരിച്ചാൽ ആ കാലഘട്ടത്തിൽ അവർക്ക് രക്ഷയുണ്ടായിരുന്നു. ഏഴാമത്തെ യുഗമാണ് കൃപായുഗം. എന്നാൽ ഇതിന് കൃപായുഗം എന്ന് മാത്രമല്ല, അതിന് സഭായുഗം എന്നും പരിശുദ്ധാത്മാവിന്റെ യുഗം എന്നും പറയുന്നു. 7 എന്നുള്ളത് ദൈവത്തിന്റെ പൂർണ്ണതയുടെ സംഖ്യയാണ്. അപ്പൊ അതുകൊണ്ട് ഏഴാമത്തെ യുഗമായ കൃപായുഗത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ കൃപായുഗം എന്ന് പറയുമ്പോൾ കൃപയുടെ വാതിലിത പൂട്ടുവാൻ പോകുന്നേ, ഓടി വന്നാൽ സോദര നിങ്ങൾക്കും പ്രവേശിക്കാം എന്ന് പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. അതായത് ഈ യുഗം അവസാനിക്കുമ്പോൾ സ്വർഗം ഭൂമിയോട് യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. സ്വർഗം ഭൂമിയോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂമിയോട് യുദ്ധം ചെയ്യുകയാണ്. അതാണ് ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്നത്. കാരണം കർത്താവ് വാനമേഘത്തിൽ വരും. കർത്താവ് വാനമേഘത്തിൽ വരുന്ന തന്റെ വിശുദ്ധന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട് താൻ പറഞ്ഞതുപോലെ കർത്താവ് വീണ്ടും വരും. അങ്ങനെ ജയം പ്രാപിച്ച സഭ, അതാണ് കർത്താവിന്റെ മണവാട്ടി എന്ന് നാം പറയുന്നത്. അപ്പോൾ ഇത് ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയിലെ പ്രാദേശിക സഭ എന്നൊക്കെ നാം പറഞ്ഞാലും ആ സഭയിലെ എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിൽ വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ച് പൂർണ്ണ ജയം പ്രാപിക്കുന്നവരെയാണ് കർത്താവിന്റെ മണവാട്ടിയായി കർത്താവ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏഴാമത്തെ യുഗത്തിന് ശേഷം വരുന്ന യുഗമാണ് എട്ടാമത്തെ യുഗമായ മഹോപദ്രവ കാലഘട്ടം. ചിലരിത് രണ്ടായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഉപദ്രവ കാലഘട്ടം എന്നും മഹോപദ്രവ കാലഘട്ടം എന്നും രണ്ടായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഈ എതിർ ക്രിസ്തു വെളിപ്പെടുകയും ഏക ലോക ഗവൺമെന്റ് മതമൊക്കെ ഇവിടെ വരുമ്പോൾ അങ്ങനെ പൈശാചിക കാലഘട്ടം, പിശാചിന്റെ ഭരണം ഈ ഭൂമിയിൽ വരികയാണ്. അങ്ങനെ പിശാചിന്റെ ഭരണം അത് കാലം കഴിഞ്ഞു പോകുമ്പോഴും അത് ഉപദ്രവ കാലഘട്ടത്തിൽ നിന്ന് മഹോപദ്രവത്തിലേക്ക് അത് വരികയും അങ്ങനെ യേശു കർത്താവ് തന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്തുവെങ്കിൽ ആ ഒലിവുമലയിൽ തന്നെ കർത്താവ് വീണ്ടും വരികയും അങ്ങനെ വരുമ്പോൾ ആ ഒലിവുമല രണ്ടായി പിളരുകയും കർത്താവിന്റെ കാൽപാദം അവിടെ ആ ഒലിവുമലയെ സ്പർശിക്കുമ്പോൾ അവിടെ ഒരു വലിയ താഴ്വര
ഉണ്ടായി വരികയും ചെയ്യുമെന്നൊക്കെ നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവ് ശത്രുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയും അങ്ങനെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് താൻ അനന്തനിത്യത, അങ്ങനെ അനാദിനിത്യതയിൽ ആരംഭിച്ച് അനന്തനിത്യതയിലേക്ക് നാം വരികയാണ്. ആ അനന്ത നിത്യത അത് ബൈബിളിന്റെ ആശയമായി നമ്മൾ പറയുമ്പോൾ നാം പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ അനന്ത നിത്യതയിലാണ്. അതുകൊണ്ടാണ് നാം ഇവിടെ വായിച്ചത്, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. നാം ചിന്തിക്കുകയായിരുന്നു, രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നടക്കുന്നതായ ഒട്ടനവധി സംഭവങ്ങളെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം മാറിപ്പോകും. ഉൽപ്പത്തിയിൽ മരണം ആരംഭിച്ചു. എന്നാൽ വെളിപ്പാടിലേക്ക് വരുമ്പോൾ ഇനി മരണമില്ല. നിത്യമായ ഒരു ജീവനാണ് നാം പ്രാപിക്കുന്നത്. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. അവന് സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുക്കുന്നവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുക്കേണ്ടവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ അങ്ങനെ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. നമ്മളിപ്പോൾ ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. ഒരു പ്രവാചകൻ സത്യപ്രവാചകനെങ്കിൽ വേറൊരു പ്രവാചകന് കീഴ്പ്പെട്ടിരിക്കും. അങ്ങനെ സഭയിൽ എല്ലാവരും പരസ്പരം കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. 29 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവൻ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? അപ്പൊ ഇവിടെ ചില ചോദ്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ മരിച്ചവന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് തിരുവെഴുത്ത് പറയുന്നില്ല. മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? വീണ്ടും ഒരു ചോദ്യമാണ്, ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? അപ്പൊ നമുക്ക് ആ ഒരു പ്രാണഭയം ഉണ്ടാകണം. അതായത് നമ്മുടെ പ്രാണൻ പിശാച് കൊണ്ടുപോകുമോ, നമ്മൾ ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിലൊക്കെ പെട്ടുപോയി നമ്മൾ വീണു പോകുമോ എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. നാം ദിവസേന മരിക്കണം. എന്നാൽ ചിലരുണ്ട്, അവര് വർഷത്തിലൊന്ന് യേശുവിന്റെ മരണം അവര് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. അതിനവര് ഒരു പേരും കൂടി, ഈസ്റ്റർ. ഇപ്പൊ ഈസ്റ്ററിന് യേശുവിനെ മരണത്തെ ഓർക്കാൻ വേണ്ടിയാണെന്ന്, ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി, എല്ലാം ഓർമ്മയാണ്. എന്നാൽ സത്യവിശ്വാസികൾ പരിശുദ്ധാത്മാവിലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും പാപത്തിന് മരിക്കണം. ഈ മരണത്തെക്കുറിച്ച് നമുക്ക് അല്പം കൂടെ വ്യക്തത ലഭിക്കുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിലാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊരു മരണമുണ്ട്. ആ മരണം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുയേശുവിൽ നമ്മൾ പാപത്തിൽ മരിച്ചു. നമ്മുടെ ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു. അതായത് ചതിമോഹങ്ങളാൽ
വഷളായിപ്പോയ നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നമ്മുടെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച, അത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ധരിച്ചിട്ടുണ്ടായെങ്കിൽ ഇനി പാപത്തിന് അടിമപ്പെടുകയില്ല, ഇനി നമ്മൾ പിശാചിന് അടിമപ്പെടുകയില്ല. എങ്ങനെ മരിച്ചെങ്കിൽ? ക്രിസ്തുവേശുവിൽ നമ്മൾ മരിച്ചെങ്കിൽ, ക്രിസ്തുവേശുവിൽ നമ്മൾ പാപത്തിൽ, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ പാപത്തിൽ മരിച്ചുവെങ്കിൽ, അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അപ്പൊ ക്രിസ്തുവേശുവിനോടുകൂടെ മരിച്ചവർക്കാണ്, പാപം ചെയ്യുന്നത് നിർത്തിയവരാണ്, അതായത് മനഃപൂർവ്വം പാപം ചെയ്യാത്തവരാണ്, അങ്ങനെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവേശുവിനോടൊപ്പം നിത്യതയിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പറയാണ് റോമലേഖനം 6:12, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പൊ ഇനി പാപത്തിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, യേശുക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉദ്ധാനം ചെയ്തുവെങ്കിൽ അതൊരു ആത്മീയമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ പാപം ഇനി നമ്മുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴുകയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ പാപമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമ്മൾ സാധാരണ മനുഷ്യർ പറയാറുണ്ട്, മനുഷ്യർ പറയും പുറത്തു നിന്നുള്ള ശത്രുവാണ്, അല്ലെങ്കിൽ ആ മനുഷ്യരെയാണ് പലപ്പോഴും നമ്മുടെ ശത്രുക്കളായി നമ്മൾ കാണുന്നത്. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ നമ്മളെ നശിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയുന്ന, നിത്യമായി അവനെ നശിപ്പിക്കാൻ കഴിയുന്ന ശത്രുക്കളെല്ലാം അവന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതിനെക്കുറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ ഇങ്ങനെ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇതുപോലെ എവിടെയൊക്കെ പാപം ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നോ, ബൈബിളിൽ എവിടെയൊക്കെ പാപത്തെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നതോ അതെല്ലാമാണ് ഒരു മനുഷ്യന്റെ ശത്രു. ഈ ശത്രു അകത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ശത്രു ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവരെങ്കിൽ നമുക്ക് ഈ ശത്രുക്കളിൽ നിന്ന് നമുക്ക് ജയം നൽകിയിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ നമുക്ക് ജയം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ്. അത് സ്നേഹമാണ്, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അപ്പോൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അത് നിർവ്യാജ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. സ്നേഹത്തെക്കുറിച്ച് കവികളൊക്കെ വളരെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹം, സന്തോഷം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. വിശ്വസ്തത, സൗമ്യത. കർത്താവ് താഴ്മയും സൗമ്യതയും ഉള്ളവനാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനായതുകൊണ്ട് നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് എന്നോട് പഠിക്കുവിൻ, എന്റെ നൂകം ഏറ്റുകൊണ്ട് എന്റെ നൂകം
ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിക്കുവിനെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രിയ ജയം, ഇന്ദ്രിയ ജയം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം, അത് പ്രവർത്തിയാലുള്ള ഉള്ള രക്ഷയാണ്. അത് പുതിയ നിയമത്തിൽ അത് നമ്മളെ ബാധിക്കുന്നില്ല. അങ്ങനെ ക്രിസ്തുവേശുവിനുള്ളവർ അവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുകയാണ്. ജഡത്തെ, ശരീരത്തെ എന്ത് ചെയ്യണം? അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തെ, ഈ ജഡത്തെ, ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ, ഈ ജഡത്തിന്റെ ചിന്തകളെ എല്ലാം യേശുവിനോടൊത്ത് ക്രൂശിച്ചു എങ്കിൽ, അങ്ങനെയെങ്കിൽ നാം ആത്മാവിൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ ആത്മാവിൽ നടക്കുന്നവരാകും. അങ്ങനെ നാം പരിശുദ്ധാത്മാവിൽ നടക്കുന്നവരാകും. ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ദി അനോയിന്റഡ്. ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ, ദി അനോയിന്റഡ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ? അത് ദൈവം കൃപയാൽ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം അഭിഷേകം നൽകിയെങ്കിൽ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയെങ്കിൽ, ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും നാം ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച് നമുക്ക് നടക്കാം. സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കുവാൻ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കുവാൻ കഴിയും. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വ്രതാഭിമാനികൾ ആകരുത്. അങ്ങനെയെങ്കിൽ അത് പൈശാചികതയാണ്. ഏതെങ്കിലും ഒരു സഭയിൽ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, അന്യോന്യം പോരിന് വിളിക്കുന്നെങ്കിൽ, അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുന്നെങ്കിൽ, അങ്ങനെ ആരെങ്കിലും വ്രതാഭിമാനികളാകുന്നുവെങ്കിൽ അതെല്ലാം പൈശാചികതയാണ്. പിശാചുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ യേശുക്രിസ്തു ചെയ്ത പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി പിശാചിനെ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു, പിശാചിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും പല സഭകളിലും ചെറിയ കാര്യങ്ങളിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിശാചാണ് എൻ്റെ മുന്നിൽ അതങ്ങനെ ചെയ്യുന്നത് എന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. നാം കുറ്റപ്പെടുത്തുന്ന മനുഷ്യരെയാണ്. അയാൾ അങ്ങനെ ചെയ്തു, അവനെങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചികത, അത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകൾ, അത് മനസ്സിലാക്കാൻ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ, നമ്മുടെ ഹൃദയദൃഷ്ടി തുറന്നു പ്രകാശിക്കട്ടെ. അങ്ങനെ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.